പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കിയ മന്ത്രി സജി ചെറിയാൻ വീഞ്ഞും കേക്കും പരാമർശമായ വിവാദ പ്രസ്താവന പിൻവലിക്കുന്നതായി മന്ത്രി. അതേസമയം നിലപാടുകളിൽ മാറ്റമില്ലെന്നും താൻ ആക്ഷേപ പരാമർശം നടത്തിയെന്നത് പ്രതിപക്ഷ പരാമർശമെന്ന് മന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ സജി ചെറിയാൻ വാർത്താസമ്മേളനത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, തന്റെ നിലപാടിൽ നിന്ന് മാറ്റമില്ല, പക്ഷേ വിവാദ പരാമർശം പിൻവലിക്കുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സഭാ നേതൃത്വത്തിന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ തന്നെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായപ്പോൾ മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം മാത്രമായിട്ട് ഇതിനെ നമുക്ക് കാണേണ്ടി വരും. അത്തരത്തിൽ തന്നെയാണ് പൊതുവെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വിലയിരുത്തലും, അല്ലേ? സുരേഷ്, വലിയ രീതിയിൽ ഈ പൊതുസമൂഹത്തിനിടയിൽ നിന്നും സഭാ നേതൃത്വത്തിൽ നിന്നും വിമർശനം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ, അതായത് മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയസ് ക്ലീമിസ് ബാവ ഈ സർക്കാരുമായിട്ട് ഇനി സഹകരിക്കില്ല, ഈ സജി ചെറിയാൻ ഈ പദപ്രയോഗങ്ങൾ പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചതിന് തൊട്ട് പിന്നാലെയാണ് കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് സജി ചെറിയാൻ പ്രതികരണം നടത്തിയത്. കേക്ക്, വീഞ്ഞ്, ഒപ്പം തന്നെ ഈ രോമാഞ്ചമുണ്ടായി തുടങ്ങിയ പദപ്രയോഗങ്ങൾ പുരോഹിതരെ വേദനിപ്പിച്ചുവെങ്കിൽ അത് താൻ പിൻവലിക്കുന്നു എന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം. ഒപ്പം തന്നെ മണിപ്പൂർ വിഷയത്തിലെ തന്റെ രാഷ്ട്രീയ നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്നതായിട്ടും സജി ചെറിയാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ച വേളയിലും അദ്ദേഹം തന്റെ നിലപാട് മാറ്റമില്ല എന്നുള്ള ഒരു മറുപടിയാണ് നൽകിയത്. അതായത് ഈ പ്രസംഗത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, പ്രധാനമന്ത്രിയുമായിട്ട് സംവദിക്കാൻ അവസരം ലഭിച്ചിട്ട് മണിപ്പൂർ വിഷയം ഉന്നയിച്ചില്ല എന്ന്. അതിൽ സഭാ നേതൃത്വം ഒരു അതൃപ്തി അറിയിച്ചു കഴിഞ്ഞാൽ പിൻവലിക്കുമോ എന്നുള്ളതായിരുന്നു മാധ്യമങ്ങൾ സജി ചെറിയാനോട് ഒടുവിൽ ചോദിച്ച ചോദ്യം. പക്ഷേ അത് തല പോയാലും താൻ പിൻവലിക്കില്ല എന്നുള്ള ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു പദപ്രയോഗമാണ് അദ്ദേഹം പിന്നീട് അവസാനമായിട്ട് നടത്തിയത്. എന്തായാലും ഈ പദപ്രയോഗങ്ങളൊക്കെ തന്നെ താൻ വ്യക്തിപരമായിട്ട് നടത്തിയതാണ്, പാർട്ടിയുടെ നിർദ്ദേശമോ അല്ലെങ്കിൽ മറ്റ് നിർദ്ദേശപ്രകാരമോ ഒന്നുമല്ല, തന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രയോഗമായിരുന്നു. അതിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു വിഷമം പുരോഹിതർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പദപ്രയോഗങ്ങൾ താൻ നിരുപാധികം പിൻവലിക്കുന്നുവെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. ഒപ്പം തന്നെ പുരോഹിതരെ എല്ലാ ബഹുമാനത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ മണിപ്പൂർ വിഷയം കൃത്യമായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടും പ്രധാനമന്ത്രിയോട് ഉന്നയിച്ചില്ല എന്നുള്ള നിലപാടിൽ അതിൽ ആ ഒരു വിഷയത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും സജി ചെറിയാൻ പറയുകയും ചെയ്തു. നേരത്തെ മറ്റ് മന്ത്രിമാർ, അതായത് മറ്റ് മന്ത്രിമാരോട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം ആരാഞ്ഞപ്പോഴൊക്കെ തന്നെ വ്യക്തിപരമായിട്ട് സജി ചെറിയാൻ നടത്തിയ പരാമർശമാണെന്നും പലരും പറഞ്ഞു. ഒപ്പം തന്നെ മറ്റ് പരാമർശങ്ങൾ, പ്രതികരണം നടത്താൻ തയ്യാറല്ല എന്നുള്ള നിലപാട് മറ്റ് മന്ത്രിമാർ സ്വീകരിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ സഭ കഴിഞ്ഞ ദിവസം KCBC പോലും സജി ചെറിയാനെതിരെ രംഗത്ത് വന്നിരുന്നു. സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ ഔന്നത്യത്തോടുകൂടി സംസാരിക്കണം എന്നുള്ളതായിരുന്നു. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രിയോട് അറിവോടുകൂടി തന്നെയാണ് സജി ചെറിയാൻ ഇത്തരമൊരു പരാമർശം നടത്തിയതെന്നായിരുന്നു. അതിനിടയിൽ തന്നെ BJPയും ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി നേരത്തെ തലശ്ശേരി ബിഷപ്പിനെതിരെ നടത്തിയ നികൃഷ്ടജീവി പദപ്രയോഗം അടക്കം BJP വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ സഭാവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ രാഷ്ട്രീയ ആയുധമായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് സജി ചെറിയാൻ ആ ഒരു പദപ്രയോഗങ്ങൾ പിൻവലിക്കാൻ തയ്യാറായത്. എന്തായാലും മണിപ്പൂർ വിഷയത്തിൽ തന്റെ രാഷ്ട്രീയ നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്നുവെന്നുള്ള പ്രതികരണമാണ് ഏറ്റവും ഒടുവിൽ സജി ചെറിയാൻ നടത്തിയിട്ടുള്ളത്. സുരേഷ്, കൊച്ചിയിൽ നിന്നും രേഷ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.